ഇനി നമ്മുടെ ഈ ആതുരാലയങ്ങൾ എന്ന് പറയുന്നതേ അത് നമുക്കൊക്കെ കരുതലാകേണ്ട അല്ലെങ്കിൽ കരുതൽ ഒരുക്കേണ്ട കേന്ദ്രങ്ങളാണല്ലേ. പക്ഷേ അവിടെയൊക്കെ ഒട്ടും സുരക്ഷിതമല്ലെന്നറിഞ്ഞാലോ. ഞാൻ ഈ പറഞ്ഞു വരുന്നതേ പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രിയെക്കുറിച്ചാണ്. ഒരു സുരക്ഷയും അവിടെ ഇല്ല. NOC പോലും ഇല്ലാതെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. നമുക്കൊരു റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ നിന്ന് ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിൻ്റെ ഇരട്ടിയിലധികം രോഗികൾ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും എന്ത് സുരക്ഷയാണ് ഇവിടെ എത്തുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു സുരക്ഷയുമില്ല. ഒരടിയന്തര സാഹചര്യം നേരിടാൻ ആവശ്യമായ ഒരു സുരക്ഷയും ആശുപത്രിക്കില്ല. പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ ഫയർ എഞ്ചിൻ എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം. ഒരു സുരക്ഷയുമില്ലാത്ത പോക്കാണ് അടൂർ ജനറൽ ആശുപത്രിയിലേതെന്ന് പറയേണ്ടി വരും. പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് സമീപം അഗ്നിരക്ഷാ സേനയുടെ വാഹനം കടന്നുപോകാൻ കുറഞ്ഞത് 5 മീറ്റർ വീതി വേണം. എന്നാൽ ഈ വ്യവസ്ഥ ഇവിടെ പാലിച്ചിട്ടില്ല. 2014 അടൂർ ഗവൺമെന്റ് ജനറൽ ആശുപത്രി അന്തിമ നിരാക്ഷേപ സാക്ഷ്യപത്രം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കെട്ടിട പരിശോധനയിൽ ആശുപത്രിക്ക് ഒരു സുരക്ഷയുമില്ലെന്ന് കണ്ടെത്തി. ഇതോടെ സാക്ഷ്യപത്രം നൽകിയില്ല. ഇനിയുമുണ്ട് ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചകൾ. ഇനി പറയാൻ പോകുന്നത് ഒരൽപ്പം കൂടി ഗുരുതരമാണ്. ആശുപത്രി കാഷ്വാലിറ്റി ബ്ലോക്കിനോട് ചേർന്നാണ് ഓക്സിജൻ സ്റ്റോറേജ് സംവിധാനമുള്ളത്. എക്സ്പ്ലോസീവ് റൂളുകൾ ഒന്നും പാലിക്കാതെയാണ് ഒരു ചുവരിനപ്പുറം ഓക്സിജൻ സൂക്ഷിക്കുന്നത്. ഓക്സിജൻ കത്തില്ലെങ്കിലും തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഓക്സിജന്റെ സാന്നിധ്യമുണ്ടായാൽ തീ ആളിക്കത്തും. ഒരു ചെറിയ തീപിടുത്തമുണ്ടായാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. കാഷ്വാലിറ്റിയോട് ചേർന്നുള്ള ഈ ഓക്സിജൻ സ്റ്റോറേജ് സംവിധാനം ഒന്നുകൊണ്ട് മാത്രം അതൊരു വലിയ തീപിടുത്തമായി മാറും. ഒരുപക്ഷെ ഈ കെട്ടിടത്തെയാകെ വിഴുങ്ങാൻ പോകുന്ന തരത്തിലൊന്ന്. ആശുപത്രിയിലെ എമർജൻസി എക്സിറ്റിന്റെ ഭാഗമായ പടികൾ നിർമ്മിച്ചിട്ടുള്ളതും ശരിയായ രീതിയിലല്ലെന്ന് ഫയർഫോഴ്സ് സാക്ഷ്യപ്പെടുത്തുന്നു. എമർജൻസി എക്സിറ്റിന്റെ ഭാഗമായ സ്റ്റെയർകേസ് എപ്പോഴും കെട്ടിടത്തിന് പുറത്തായി തുറസായ സ്ഥലത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ വേണം നിർമ്മിക്കാനെന്നാണ് ചട്ടം. എന്നാൽ അടൂർ ജനറൽ ആശുപത്രിയിലെ ഈ ചവിട്ടുപടികൾ കെട്ടിടത്തിനകത്താണ്. അതായത് ആശുപത്രിക്ക് എമർജൻസി എക്സിറ്റ് സ്റ്റെയർ സംവിധാനം ഇല്ലെന്ന് പറയേണ്ടി വരും. കെട്ടിടത്തിന് മുകളിൽ വേസ്റ്റ് കത്തിക്കുന്നതിനുള്ള ഇൻസിനറേറ്റർ പ്രവർത്തിച്ചിരുന്നു. ഇതും സുരക്ഷാ വീഴ്ചയാണ്. അഗ്നിരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായ വെള്ളം ശേഖരിക്കാനുള്ള മോട്ടോറുകളും പൈപ്പുകളും കാലപ്പഴക്കം മൂലം നശിച്ച നിലയിലാണ്. NOC അഥവാ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആശുപത്രിക്ക് ലഭിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഇവയൊക്കെയാണ്. പക്ഷേ ഈ കാരണങ്ങളൊന്നും ഇവിടെ എത്തുന്ന രോഗികൾക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്കതിൻ്റെ ആവശ്യവുമില്ല. അവരുടെ ആവശ്യം സുരക്ഷിതത്വമാണ്. അതുറപ്പാക്കേണ്ടത് സർക്കാരും ആശുപത്രി അധികൃതരുമാണ്. അഫ്സൽ രാജിനും അതുൽ സുരേഷിനുമൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.